ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ ഹല്ലേലൂയ കർത്താവ് വന്നിട്ടുണ്ട്. എത്രവർ വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ. പ്രിയ ദേവദാസന്റെ ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ബ്രദറെ ഇങ്ങോട്ടിരിക്കാമോ? വഴിയിൽ നിന്നൊന്ന് മാറിയിരിക്കാമെങ്കിൽ നല്ലേ. താങ്ക് യു. ഹല്ലേലൂയ. തുടർന്നുള്ളതായിരിക്കുന്ന സമയം പ്രിയ ദേവദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Hallelujah. Thank you, Jesus. Thank you, Jesus. എല്ലാവരും വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Ribama Shandala Marthamana Pramartheni Ramarthya Shankana Marthamana Shianthala Bauda Lava Bahandala Duramana Shankaniya Marthamana Shahasteni Chigandala Durama Randal Kanadi Laga Shandala Ribama Hentonia Lagashakati Lagashagatala Dura Baba Baba Oil 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 Filai Tudangata Oil Filai Tudangata Oil Filai Tudangata Oil Filai Tudangata നാളെ നീ എങ്ങോട്ട് പോകണം, നാളെ നീ എന്താകും, എന്ത് ചെയ്യും? റിമാശങ്കലാമർദ്ധനമന വീഴുന്ന ഒരു ഓയിലിൻ്റെ എഫക്റ്റ് അതിനകത്ത് വെളിപ്പെടും. വീഴുന്ന നിയോഗത്തിൽ ടൈമിൽ ഗോഡ്സ് ടൈം പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ചിലരുടെ മേൽ തൈലം വീഴുന്ന രാത്രിയാണ്. ഹർമന ശങ്കല മർദ്ധമന പ്രമാർത്ഥേനെ റീബമ ശാന്തനെ ശമുവേൽ തൈലക്കൊമ്പെടുക്കുന്ന രാത്രിയാണ്. ശമുവേലിൻ്റെ മേൽ തൈലക്കൊമ്പുമായി പുറപ്പെടുവാൻ നിയോഗം വന്ന ടൈമാണ്. ഹർമാനിയ ശ്രീകന്ധല മർദ്ധമന പ്രമാർത്ഥേനെ. ദാഹമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹബബ ലിവമ ലഗശബാനി ജീഗമർത്ഥമന ലഗശാന്തല ദുരപ്രഭുട. പ്രാപിച്ച സ്വർഗീയ ഭാഷ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുക. പ്രാപിച്ച സ്വർഗീയ ഭാഷ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുക. ഒന്നുമല്ലാത്തതിനെ, സീറോയിൽ നിൽക്കുന്നതിനെ, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നതിനെ, ഒരു തലത്തിനപ്പുറം ചലിക്കാൻ പറ്റാതെ നിൽക്കുന്നതിനെയെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ചിന്തിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് അയക്കുന്ന ഒരു തൈലം. ഓ ഖേന്മന ശാഹന്തല മർദ്ധമനലക ശാന്തല ബൗഡ. യേശുവിൻ്റെ നാമത്തിൽ ചലിച്ചു തുടങ്ങാൻ പോകുന്നു. ഓ ദാഹമുള്ള തിരുസഭ പിതാവേ, ഇന്ന് രാത്രി എൻ്റെ മേൽ ആ തൈലക്കൊമ്പും അതിൽ പകരപ്പെട്ടിരിക്കുന്ന റിഗന്ധല വീര്യമുള്ള തൈലവും ഇന്ന് രാത്രി എൻ്റെ മേലൊന്നൊഴിക്കണമേ. എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല, ഇങ്ങനെ ആരാധിച്ചാൽ പറ്റത്തില്ല, ഇങ്ങനെ പ്രസംഗിച്ചാൽ പറ്റത്തില്ല. കമോൺ, ഞാൻ ശുശ്രൂഷിക്കുന്നത് ദാഹമുള്ള ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ആർത്തി പിടിച്ചു നിൽക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദാഹമുള്ള സമർപ്പണമുള്ള
Amen. Amen. Shakara ladhura bala. Yes. Raga ladhura shakara bala bhini gadara. വിളിയുള്ള ദാഹമുള്ള Yes, yes. അർമേനിയ മദനലക ശ്രീകണ്ഠന പിതാവ് കണ്ട ചിലരോടാണ് ഇന്ന് രാത്രി നീ ഒരുക്കത്തോടെ നിക്ക്. എന്റെ ദൈവം അതിനെ പകരാൻ പോവുകയാണ്. പരിശുദ്ധനേ, Holy Spirit, പരിശുദ്ധാത്മാവേ, യേശുവേ ആരാധന. വാർദ്ധക്യത്തിലും പച്ചവെച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കും. വാർദ്ധക്യത്തിലും നീ ഫലം കായ്ക്കും. വാർദ്ധക്യത്തിലും നീ ഫലം കായ്ക്കും. വാർദ്ധക്യത്തിലും പറ, ഞാൻ ഫലം കായ്ക്കും. പ്രായമായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറ, വാർദ്ധക്യത്തിലും ഞാൻ ഫലം കായ്ക്കും. ഇനി എന്നെ കൊണ്ട് നടക്കുമോ? ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഭയങ്കര ദാഹമുണ്ട്, പക്ഷെ ആഗ്രഹിച്ച തലത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ആഗ്രഹിച്ച തലത്തിൽ ഓടാൻ പറ്റിയില്ല. ഒരു മനുഷ്യനോട് പോൽ തുറന്നു പറഞ്ഞാൽ ഭോഷത്വമാണ്, പൊട്ടത്തരമാണ് എന്ന് തോന്നുന്നത് പോലത്തെ ആഗ്രഹങ്ങൾ ഹൃദയത്തിനകത്തുണ്ട്. റിമന എന്നാൽ എനിക്കിനി നടക്കുമോ? ഇനിയുള്ള കാലം കർത്താവിനോട് പ്രാർത്ഥിച്ചുമൊക്കെ ഇങ്ങനെ അങ്ങ് പോകാം. എന്നാൽ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചതെന്നെ കൊണ്ട് നടക്കുമോ? അങ്ങനെ ആരാ ചിന്തിക്കുന്നേ? നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് ചിലത് പരിശുദ്ധാത്മാവ് ചെയ്യിക്കും. വാർദ്ധക്യത്തിലും വിളിച്ചു പറ, വാർദ്ധക്യത്തിലും വാർദ്ധക്യത്തിലും ഞാൻ ഫലം കായ്ക്കും. കമോൺ പറഞ്ഞാട്ടെ, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. ബേബി കുട്ടി, അങ്ങനെ ഒരു പേര് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ കാണിക്കുകയാണ്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നൽകുക. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്, വാർദ്ധക്യത്തിൽ നീ ഫലം കായ്ക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിന്റെ ചോദ്യമാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദാഹമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
കമോൺ, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. കരങ്ങൾ രണ്ടും അപ്പന്റെ തിരുസന്നിധിയിൽ ഉയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ വൃദ്ധകൾ ദർശനങ്ങളെ കാണും. കമോൺ, ദൈവത്തെ സ്തുതിക്ക്. പരിശുദ്ധാത്മാവെന്നോട് പ്രവചിക്കാൻ പറയുന്നു. എന്റെ ആയുസ്സിനെ ദീർഘമാക്കി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഭയങ്കര ആദായകരമാകുന്ന കർത്താവ് ഭയങ്കരമായി ഉപയോഗമുള്ളതാക്കി തീർക്കുന്ന അങ്ങനത്തെ ഒരു സീസണിലേക്ക് വാർദ്ധക്യത്തിലും പരിശുദ്ധാത്മാവ് കയറ്റാൻ പോവുകയാണ്. കിങ്ഡത്തിനു വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി അറഗമന ഹറഗമന ചുടകമന ശാൽമലലക ശ്യാംദല മൗഢ പ്രമാർത്തേനെ. കമോൺ, ഓയിലെടുത്തോ, ഓയിലെടുത്തോ. ഇന്ന് രാത്രി മുതൽ ദൈവപുരുഷനോട് ചേർന്ന് യാത്രകൾ ചെയ്യുവാൻ അഥേനിയ ഹംബൽ ഘനപ്രമാർത്ഥേനെ ദുരഹംബല ബൗഡ നിങ്ങളുടെ മേലോട് ഭയങ്കര ചേഞ്ചിങ്ങും ഒരു ഭയങ്കര മാറ്റം ഇന്ന് രാത്രി മുതൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ദിഗന്തൽ മധുരപ്രമാർത്ഥേനെ ഇന്ന് രാത്രി നിങ്ങളുടെ മേലൊരു ഓയില്. ശമൂവേലിനെ ഏൽപ്പിച്ച ഒരു ദൈവ പദ്ധതി, ശമൂവേലിന്റെ പക്കൽ ഏൽപ്പിച്ച ഒരു നിയോഗത്തിന്റെ കൈവപ്പ്, ശമൂവേലിന്റെ കയ്യിൽ കൊടുത്ത തൈലത്തിന്റെ കൊമ്പ്, ശമൂവേലിന്റെ കയ്യിൽ കൊടുത്ത തൈലം ചാൻസില്ലെന്നും സാധ്യതയില്ലെന്ന് ഒക്കെ പറഞ്ഞ് എവിടെയോ മാറ്റപ്പെട്ട് കിടക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് രാത്രി ഓയിൽ ചലിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരമുയർത്തി നിന്റെ മുമ്പിൽ 3 പ്രാവശ്യം അടുത്തു വരികയും 3 പ്രാവശ്യം അടുത്തു വരികയും തട്ടിപ്പോവുകയും ചെയ്ത നീ പ്രതീക്ഷിച്ചൊരു വലിയ നന്മ അഗതന ദിഗന്തലമന പ്രമാർത്ഥേനി, പക്ഷെ നിന്റെ പേരിൽ പ്രോമിസിൽ അതെഴുതി ചേർക്കപ്പെട്ടിരിക്കയാൽ പരിശുദ്ധാത്മാവെന്നോട് പ്രവചിക്കാൻ പറയുന്നു. റമാദിയ ഹൽക്കത്തുനാലക ശന്തലമൗഢ പ്രമാർത്ഥേനി. മൂന്ന് പ്രാവശ്യം അടുത്തു വന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, വഴിമാറിപ്പോയി. യുഎസ്എയുടെ നീ പ്രഡിക്റ്റ് ചെയ്തു. ശകമന ശന്തലമൗഢ പ്രമാർത്ഥേനി. ഇവിടത്തെയാണോ, ഈ ചർച്ചിലെയാണോ അദ്ദേഹം ഇടയ്ക്ക് വരുന്ന? ദൈവത്തെ സ്തുതിക്ക്. പക്ഷെ ഇന്ന് രാത്രി അതൊന്ന് റിലീസ് ചെയ്യാൻ, ഇന്ന് രാത്രി അതൊന്ന് റിലീസ് ചെയ്യാൻ പരിശുദ്ധാത്മാവെന്നോട് ശക്തമായി ഇടപെടുകയാണ്. മനപ്രമാർത്ഥേനേയും നീ അതൊരു വലിയ കാര്യമായി വെച്ചുകൊണ്ടിരിക്കണ്ട എന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന പറയുന്നു. സ്വർഗമത് സീല് വെച്ച് കഴിഞ്ഞ കേസാണ്. സ്വർഗമത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കേസാണ്. നീ അതൊരു വലിയ കാര്യമാക്കി വെച്ചുകൊണ്ടിരിക്കരുത്.
കർത്താവിന്റെ നാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ഇവിടെ നിർത്താൻ പോകുന്ന അത്രേ സമയം നീ പ്രയോജനപ്പെട്. ആ രാജ്യത്ത് നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തത്തിന്റെ ക്രമീകരണങ്ങൾ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിതാവേ, ഞാൻ അനുഗ്രഹിക്കുന്നു. അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, 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 അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദാഹമുള്ള തിരുസഭയോട് ശക്തമായി സംസാരിക്കണം. വീണ്ടും ഇവിടുത്തെ വലിയ ബലം നിന്റെ ജനത്തിന്റെ മേൽ വരണം. കർത്താവിന്റെ പുണ്യനാമം ശക്തമായി ഉയരണം. ദൈവത്തിന്റെ രാജ്യം ശക്തമായി ഉയരണം, വിസ്തൃതമാകണം. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. കരമുയർത്തി ആമേൻ. കരമുയർത്തി വീശി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവസന്നിധിയിലിരുന്നാട്ടെ. ജീസസ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കേട്ടോ ബ്രദർ, അതൊരു വലിയ വിഷയമാക്കി നീ വെച്ചുകൊണ്ടിരിക്കരുത്. അത് അവിടെ നടന്നു കഴിഞ്ഞു, സീല് വീണ് കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ശബ്ദമുയർത്തി സ്തോത്രം. ചില ദൈവപദ്ധതികളുടെ ടൈം ആകുമ്പോഴാണ് ദൈവം തൻ്റെ പ്രവാചകനെ ചില സ്ഥലങ്ങളിൽ ഇറക്കുന്നത്. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ഗിലെയാദിലെ മലയിടുക്കുകൾക്കിടയിൽ ആരും അറിയാതെ ദൈവം ഒരാളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം ചെയ്യണം. പേര് ഏലിയാവെന്നാണ്. ആർക്കും അറിയില്ല. ഗിലെയാദിലെ മലയിടുക്കൾ എവിടെയോ ഇട്ട് ദൈവം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ടൈം ആകുമ്പോൾ വേണ്ടിയ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തെ കൊണ്ടുവരും. സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അഹാബിന്റെ കൊട്ടാരത്തിലോട്ട് ദൈവത്തിന് അയക്കണം ഒരു ദൈവശബ്ദവുമായിട്ട്. കർത്താവിനെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒന്ന് ഭാവന കാണണം. ഇദ്ദേഹം ഇങ്ങനെ കയറി വരുവാ. പാലസാണ്, അപ്പോയിൻമെന്റ് ഓർഡർ ഒന്നും കയ്യിലില്ല, ഈ പെർമിഷൻ ഉള്ള എൻ്റെ ലെറ്റർ ഒന്നും കയ്യിലില്ല. സ്തോത്രം. ആളിങ്ങനെ കയറി വരുവാ. ഈ പറയുമ്പോൾ ഓരോ അക്ഷരത്തിനകത്തും ഒരു വീര്യമുണ്ട്. അതിനകത്തെല്ലാം ജീവനുള്ള പ്രോഫസി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി അങ്ങ് പിടിച്ചോണം. സ്തോത്രം. ചിലയിടത്ത് അങ്ങനെ കയറാൻ പറ്റും. അപ്പോയിൻമെന്റ് ഓർഡറുമായും ഇൻവിറ്റേഷൻ ലെറ്ററുമായിട്ടൊക്കെ ഒത്തിരി പേര് ക്യൂ നിൽക്കുമ്പോൾ ചിലർ ടൈം ആകുമ്പോൾ അതിൻ്റെ നടുവിലൂടെ കയറി അങ്ങ് പോകാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഈ പ്രോഫസിയെ ആരാണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ചില ഏരിയകളിലേക്ക് ഇതിനെ എടുക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. റെക്കമെൻഡ് ഇല്ലാതെ, ആരും റിക്വസ്റ്റ് കൊടുക്കാതെ, സ്പെഷ്യൽ പെർമിഷൻ ഇല്ലാതെ, അപ്പോയിൻമെന്റ് ഓർഡർ ഇല്ലാതെ, ലെറ്ററുകൾ ഇല്ലാതെ, ചില പ്രത്യേക ഇൻവിറ്റേഷനുകൾ ഇല്ലാതെ ദൈവം ഡയറക്റ്റായി ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു അഭിഷേകം ചലിക്കുന്നുണ്ട്. അയച്ചത് ദൈവമാണ്. ദൈവം ഡയറക്റ്റ്
ഡയറക്റ്റായി ചില സ്ഥലങ്ങളിലേക്ക് ചിലരെ അയക്കാൻ പോകുന്നു. ഈ ഒരു പ്രവചനത്തിന്റെ ടെസ്റ്റിമണിയും ഈ ഒരു പ്രവചനത്തിന്റെ റിസൾട്ട് ഈ ദൈവസഭയിൽ ചിലർ കാണാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ ആമേൻ ആമേൻ കർത്താവേ ഞാനിതിനെ എടുക്കുന്നു എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. മക്കതോന്യക്കാരനൊക്കെ ദർശനത്തിൽ വന്ന് വിളിക്കുക. അങ്ങനെ യൂറോപ്പിലോട്ടുള്ള ആദ്യത്തെ എൻട്രി. ഇൻവിറ്റേഷൻ ഒന്നും വന്നില്ല. സ്തോത്രം, ദൈവത്തെ സ്തുതിക്ക്. ഇതെല്ലാം വേറൊരു വേൾഡിൽ നടക്കുന്ന കാര്യമാണ്. സ്തോത്രം, അത് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. വേറെ ബന്ധങ്ങളോ വേറെ സംവിധാനങ്ങളോ ഫെസിലിറ്റി ഒന്നുമില്ല. ഇതെല്ലാം വേറൊരു വേൾഡിൽ അങ്ങ് ചലിക്കുക. ദർശനത്തിൽ ഒരാൾ വന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുക. ഹോളി സ്പിരിറ്റ്, അത് ഈ സഭയിലെ ചിലർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബന്ധങ്ങൾ കൊണ്ടല്ല, പരിചയം കൊണ്ടല്ല, ആരും ഇടനില നിൽക്കുന്നത് കൊണ്ടല്ല, ആരുടെയും റെക്കമെൻഡ് കൊണ്ടല്ല, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്രദർ സഞ്ജയുടെ മേൽ ഇന്ന് രാത്രി ഈ ദൂത് വന്ന് വീഴുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലഖമ ശാന്തല ദുരപ്രവിട. Come on, come on, come on. ഓടിവാ, 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 ഓടിവാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞപ്പോ ഞാൻ കണ്ടൊരു കാഴ്ച. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. നീ എഴുന്നേറ്റ് ആമേനെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ മേലൊരു തീയടിച്ചു. ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആ ആത്മാവിനോട് ആ സെക്കൻഡ് ഇടപെട്ടു. ഇത് ആ ദൂതിന്റെ മുമ്പിൽ അവൻ കരമുയർത്തിയപ്പോ, അവൻ എഴുന്നേറ്റപ്പോ എന്നോട് പ്രവചിക്കാൻ പറഞ്ഞു. സഞ്ജയാണ്, അവന്റെ മേലിത് കത്താൻ പോവാ, അവന്റെ മേൽ ചലിക്കാൻ പോവാ, അവനത് കാണാൻ പോവാ. കമോൺ, നിങ്ങൾ സ്തുതിക്ക്, സ്തുതിക്ക്, സ്തുതിക്ക്. ഏതേരിൽ എവിടെ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ സിസ്റ്റത്തിൽ ചലിക്കുന്ന, ഈ വേൾഡിൽ ചലിക്കുന്ന ഇങ്ങനത്തെ ഒരു ദൈവപ്രവർത്തി യേശുവിന്റെ നാമത്തിൽ നീ കാണാൻ പോവുകയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കം ഓൺ, സഭയെ ആരാധിക്കുക, എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒത്തിരി ബന്ധങ്ങളുള്ളവന് പറ്റാത്തത്, ഒത്തിരി കഴിവുള്ളവന് പറ്റാത്തത്, ഒത്തിരി പരിചയമുള്ളവന് പറ്റാത്തത് നിനക്ക് വേണ്ടി ചില മക്കതോന്യക്കാരനെ ദർശനത്തിൽ കൊണ്ടുവന്ന് എന്റെ ദൈവം ചില ഡോറുകളെ ഓപ്പൺ ആക്കാൻ പോവുകയാ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സഞ്ജയുടെ മേൽ ആ ആലോചനയെ ഞാൻ കൈമാറുന്നു. പരിശുദ്ധ സ്ഥലത്തെ മൂടുതേ ദേവാ ഉൻ മഹിമൈ നമ്മെയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാ പ്രസന്നമേ വിറങ്ങിയേ വന്ദിടുതേ. ഓ ദേവാ പ്രസന്നമേ വിറങ്ങിയേ വന്ദിടുതേ. ഇതൊന്നുമില്ലാതെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ല, പെർമിഷൻ ലെറ്റർ ഇല്ല, ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ ഒരാൾ കയറി വരുവാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശബ്ദമുയർത്തി സ്തോത്രം. വേണമെങ്കിൽ തടയാം ഈ മനുഷ്യനെ. കൊട്ടാരവാതിക്കലോ അകത്തോ പുറത്തോ ഒക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ഈ മനുഷ്യനെ തടയാൻ പറ്റും, തടയാൻ പറ്റും. കയറ്റാൻ പറ്റാതെ, പെർമിഷൻ കൊടുക്കാതെ തടഞ്ഞു നിർത്താൻ പറ്റും. ഒരാൾക്ക് കൈ കൊടുത്തു പറ, ആർക്കും പക്ഷെ പറ്റുന്നില്ല. തടയാൻ പറ്റും.
പക്ഷെ ആർക്കും പറ്റുന്നില്ല. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നിയോഗത്തിന്റെ യാത്രകളെ, നിയോഗത്തിന്റെ യാത്രകളെ ആർക്കും തടയാൻ പറ്റത്തില്ല. ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ചിലരുടെ ആഗ്രഹമുണ്ട് തടയണമെന്ന്, ചിലരിങ്ങനെ നിൽക്കുക, പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല. ഒരാളെ കയറി വരുവാ, ഈ അഭിഷേകവുമായി ഒരാളെ കയറി വരുവാ. ദൈവത്തിന്റെ ശബ്ദവുമായി, ദൈവത്തിന്റെ ആലോചനയുമായി നീ ഒരു ദേശത്ത് നിൽക്കണമെന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ കമോൺ, ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന്റെ അരുളപ്പാടുകളുമായി, ദൈവത്തിന്റെ വചനവുമായി, ദൈവത്തിന്റെ ആലോചനകളുമായി, ദൈവത്തിന്റെ ഹൃദയവുമായി, ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി നീ ഒരു ദേശത്ത്, ഒരു പട്ടണത്തിൽ, ഒരു രാജ്യത്ത് കയറി നിൽക്കണമെന്ന് എന്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആരാ വിശ്വസിക്കുന്നേ? ആർക്കും അതിനെ തടുക്കാൻ പറ്റത്തില്ല, ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ജീവൻ, ഈ വചനത്തിന്റെ തീ ചിലരുടെ മേൽ വീണ് കതട്ടെ. ഓ ആരാ ഹേശമ റീഗമ ശാന്തല മനപ്രഭുട. നന്നായി കരമടിച്ചണ്ട ദൈവത്തെ സ്തുതിക്ക. Come on, come on, come on, come on, come on. നന്നായി കരം തട്ടെ. റുബമ ശേഖല രാംധല ചിഗതന ശാന്തല ബൗഡ പ്രമാർത്തേനെ. ഈ ചില യാത്ര അങ്ങനെയാ, ചില പുറപ്പെടുവിക്കൽ അങ്ങനെയാ. ജീസസ് ഹല്ലേലൂയ. അപ്പുറത്ത് സംവിധാനങ്ങൾ ഒത്തിരി കാണും ഇതിനെ ലോക്ക് ചെയ്യാൻ, പക്ഷെ ചില യാത്രകൾ ഇത് തൊടാൻ പറ്റത്തില്ല, ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജീസസ് ഹല്ലേലൂയ. ഞാൻ ഒത്തിരി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ജീസസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് കയറി സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നു രാജാവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, പെർമിഷൻ ഇല്ലാതെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആരാ ഇവനെ കയറ്റിവിട്ടത്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇവൻ എങ്ങനെയാ ഇവിടെ എത്തിയേ? ഓ, ഞാൻ ഈ പറയുന്നത് നിങ്ങളെ നോക്കി നാളെ ചിലട് പറയാൻ പോകുന്ന ഒരു സാക്ഷ്യമാണ്. ഓ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? അവൻ എങ്ങനെ അവിടെ എത്തി? അവൾ എങ്ങനെയാ പൊസിഷനിൽ എത്തി? അവന്റെ തലമുറ എങ്ങനെയാ രാജ്യത്തെത്തി? ഇവൻ എങ്ങനെയാ പ്ലാറ്റ്ഫോമിൽ എത്തി? ഓ, സ്വോത്ര 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 സ്വീകരിക്ക. നിന്റെ പേരിനെ റിമൂവ് ചെയ്യാൻ അധികാരമുള്ളവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അഭിഷേകം വന്ന് വീണത്, തെരഞ്ഞെടുപ്പ്, ഹെവന്റെ തെരഞ്ഞെടുപ്പ് വന്ന് വീണത് നിന്റെ പേരിലായത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ നീ ചിലടത്ത് നിൽക്കും, നീ ചിലടത്ത് റീച്ച് ചെയ്യും, നീ ചിലടത്ത് ലാൻഡ്. ഓ, ദൈവത്തെ സ്തുതിക്ക്. റബല ഹടകമന ശാന്തല മന പ്രമാർത്ഥേനെ. നന്നായ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചിലര് നിന്നെ നോക്കി പറയാൻ പോവുകയാണ്, എടാ ഇവനോ, എടാ ഇവളോ, ഇവരെങ്ങനാ ഇവിടെ എത്തിയേ, ഇവനെങ്ങനാ ഇവിടെ എത്തിയേ, ഇവളെങ്ങനാ ഇവിടെ എത്തിയേ, അവന്റെ തലമുറ എങ്ങനാ ഇവിടെ എത്തിയേ? ഓ, ഇതാരാ പെർമിഷൻ കൊടുത്തേ? ഇതാരാ അലൗ ചെയ്തേ? ദൈവത്തെ സ്തുതിക്കേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലൈവായി പുറപ്പെടുന്ന ഈ ദൈവ ശബ്ദത്തെ, ഈ പ്രവചന ശബ്ദത്തെ, ഓ മൈ ഗോഡ്, ഞാൻ ഇതിനെ റിസീവ് ചെയ്യുന്നു, ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു. ആ തലമേൽ കൈവച്ച് ഡിക്ലെയർ ചെയ്യ്, ആ തലമേൽ കൈവച്ച് ഇതിനെ സ്വീകരിക്കുക. ഇവൻ എങ്ങനെ എത്തി? ഇവളെങ്ങനെ എത്തി? ഇവന്റെ തലമുറ, ഇവിടെ തലമുറ എങ്ങനെ ഇവിടെ എത്തി? ഒത്തിരി പേർക്ക് ആശ്ചര്യമാകാൻ പോവുകയാ. ആരാധനയോടെ ഇതിനെ സ്വീകരിക്കുക.
ബാഖമ 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 റിമർത്തന റിമർത്തന ശംബല ബൗഡ പ്രമാർത്തേനെ 6 മാസമായി കൊടുത്ത ആപ്ലിക്കേഷനുകൾ പെൻഡിങ്ങിൽ കിടക്കുകയാ. വർഷങ്ങളായി കൊടുത്ത, നാളുകളായി കൊടുത്ത ആപ്ലിക്കേഷനുകൾ പെൻഡിങ്ങിൽ കിടക്കുകയാ. അതുവരെ നോക്കിയിട്ടില്ല. ചില പേപ്പറുകൾ നോക്കിയിട്ട് പോലുമില്ല. പ്രവചന ദൂത ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഇടയിലൂടെ നിയോഗത്തിന്റെ ഒരു ട്രിപ്പ് സ്വർഗം പ്ലാൻ ചെയ്തപ്പോൾ ആർക്കായത് വേണ്ട കയറി പിടിച്ചോണം. എനിക്കറിയാം ഭയങ്കര തീ അതിനകത്ത് ചലിക്കുന്നത്. ഈ ദൂതകൾ സാധാരണ വാക്കുകളായിട്ടല്ല വീഴുന്നത്. ഇത് തീയാ ഇതിനകത്ത് പുറപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒത്തിരി നാളുകൊണ്ടുള്ളത് പലതും പെൻഡിങ്ങിൽ കിടക്കുമ്പോ ഒരു റിക്വസ്റ്റും ഇല്ല, ഒരു ആപ്ലിക്കേഷനും ഇല്ല. ഓ സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുക. ഒരു ഇൻവിറ്റേഷനും ഇല്ല, ദൈവത്തെ സ്തുതിക്കുക. നിയോഗത്തിൽ ചിലര് കയറി വരാൻ പോവുക, ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചില യാത്രകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടേ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ കൈമാറുന്നു. Come on, ആമേൻ എന്ന് പറഞ്ഞതിനെ സ്വീകരിക്കാം. ഓ ശേതല രമമോ ശേംഗതല രബബബബബബ കബബ ശംകെ ലെക്കറ്റേലെ ലാം ഷാൻ തല രബബബബബ നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങളുടെ ജോലിയിലേക്ക്, എവിടെയാണോ ഏത് ഏരിയയിലാണോ ഇതിനെ ഇന്ന് രാത്രി റിസീവ് ചെയ്യേ. ഒത്തിരി ആപ്ലിക്കേഷനുകൾ പെൻഡിങ് കിടക്കുമ്പോൾ നിയോഗത്തിൽ ചിലരുടെ പേരുകൾ ചില ഇടങ്ങളിൽ കയറി വരാൻ പോവുകയാണ്. ചില ഇടങ്ങളിൽ നീ കയറി വരാൻ പോവുകയാണ്. നിന്റെ പേര് കയറി വരാൻ പോവുകയാണ്. ആമേൻ 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 എന്ന് പറ സ്വീകരിക്കുക. ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്കേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്കേ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഇദ്ദേഹത്തെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും പുറത്തെടുക്കത്തില്ല. സ്തോത്രം. എന്നാൽ ചില പ്രത്യേക ടൈമിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗം പുറത്തെടുക്കും. സ്തോത്രം ചെയ്യണം. ജീസസ് ഹല്ലേലൂയ. ഇവനെ പിടിച്ച് ബന്ധിക്ക്
ഇവനെ ജയിലിലിട് എന്നൊക്കെ പറയാനുള്ള അധികാരമുണ്ട്, ചെയ്യാൻ പറ്റും. ഒരു വാക്ക് പറഞ്ഞാൽ മതി, 2-3 പേർക്ക് എടുത്ത, പക്ഷെ ഒന്നും പറ്റുന്നില്ല. പറയുന്നേ ഒന്നും പറ്റുന്നില്ല. 2-3 പേർക്ക് കൈ കൊടുത്താൽ ഒന്നും പറ്റുന്നില്ല. എല്ലാരും അങ്ങ് സ്റ്റക്കാവുക, എല്ലാരും അങ്ങ് സ്റ്റക്കാവുക. എല്ലാരും അങ്ങ് സ്റ്റക്കാവുക. ദൂത് വേണ്ടത് എടുത്തോണം. ഒന്നും പറ്റുന്നില്ല യേശുവിന്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. കരമുയർത്തി പറ, ഇനി മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ശബ്ദമുയർത്തി പറഞ്ഞേ, മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഇസ്രായേലിലെ വയലുകളെ ആ തീയതി വരെ പ്രഭാതത്തിൽ നനച്ചുകൊണ്ടിരുന്ന മഞ്ഞ് പിന്നെ കാണുന്നില്ല. സ്തോത്രം പറഞ്ഞു. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ജീസസ് ആമേൻ, ജീസസ് ആമേൻ, ജീസസ് ആമേൻ. അവിടുന്ന് ഇറങ്ങി നടക്കുക, പോവുക. സ്തോത്രം. ശബ്ദമുയർത്തി വീണ്ടും ഒരു ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടുന്ന് ഇറങ്ങി നടക്കുക. എങ്ങോട്ടാ? യോർദാൻ അടുത്തുള്ള മലയിടുക്കുകളുടെ ഇടയിൽ ഇതുവരെ രാജാവിൻ്റെ കയ്യിലിടിക്കുന്ന മാപ്പിനകത്ത് വെളിപ്പെട്ടിട്ടില്ലാത്ത പ്രവചനമാണ്. സ്തോത്രം. ആ രാജ്യത്തുള്ള ആരുടെയും മാപ്പിനകത്ത് ആരുടെയും ശ്രദ്ധ ചെന്നിട്ടില്ലാത്ത ഒരു ഉറവ ഒഴുകുന്നുണ്ട്. കെരീത്ത് തോടെന്നാണ് അതിന്റെ പേര്. സ്വോത്രം ചെയ്യ്, സ്വോത്രം ചെയ്യ്. എല്ലായിടും ആളെ അയക്കുക, പക്ഷെ ഈ സ്ഥലം പിടികിട്ടുന്നില്ല. സ്വോത്രം ചെയ്യ്. രാജാവിന്റെ മാപ്പിനകത്ത് ഇതില്ല. പ്രവചനമാണ്. രാജാവിന്റെ മാപ്പിനകത്തില്ലാത്തത്, ചിലരുടെ ലിസ്റ്റിൽ ഇല്ലാത്തത്, ചിലരുടെ കയ്യിലില്ലാത്തത്, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ചില കിണറുകള് മർബല ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നോ? ഇങ്ങനെ അതിനകത്തൊരു ചാൻസ് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു ഉറവ ഉണ്ടായിരുന്നോ? ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം രഹസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, ഓ കമോൺ, ഇന്ന് രാത്രി സഭയതിനെ സ്വീകരിക്കുക. ആത്മാവതിനെ തുറക്കാൻ പോവുകയാണ്. മാപ്പിനകത്ത്, രാജാവിന്റെ മാപ്പിനകത്ത് വെളിപ്പെടാത്തത്, ഹെവൻ അഭിഷിക്തന് വേണ്ടി മറച്ചു വെച്ച ചില കെരീത്തുകളെ ദൈവാത്മാവ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഈ ചർച്ച കാണാൻ പോവുകയാണ്. ഇവിടുത്തെ ഓരോ കുടുംബങ്ങളത് കാണാൻ പോവുകയാണ്. ആമേൻ എന്ന് പറഞ്ഞതിനെ സ്വീകരിക്കാം. ഇവിടെ ഞാൻ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഒരു സംഭവം എനിക്കറിയത്തില്ലായിരുന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയും എനിക്കറിയാം. ഞാൻ എൻ്റെ വിചാരം എനിക്കിവിടെ മൊത്തം അറിയാവുന്ന. സ്തോത്രം പറ. പക്ഷെ ഇങ്ങനൊരു സംഭവം അറിയത്തില്ലല്ലോ. സ്തോത്രം ചെയ്താട്ടെ. ഇത് പ്രവചനമാണ്. നിങ്ങളിത് കാണാൻ പോവാ. ജോലിയില്ലാത്തവർ കരം ഉയർത്തിപ്പിടിച്ചോ. ജോലിയില്ലാത്തവർ, ജോലി വേണ്ടവർ കരം ഉയർത്തിപ്പിടിച്ചോ. ഈ പ്രവചനത്തിന്റെ തീ അതിന്റെ മേൽ വന്ന് വീടാൻ പോവുകയാണ്. ബിസിനസ് കിട്ടാത്തവർ കരം ഉയർത്തിപ്പിടിച്ചോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാത്ത, ഒരാളുടെയും മാപ്പിനകത്ത് കയറിയിട്ടില്ലാത്ത ചില കെരീത്തിന്റെ ഉറവകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ, ഈ ദൂത് കേട്ട് ചില മണിക്കൂറുകൾ, ചില ഹവേഴ്സിനകത്ത് സ്വർഗം നിന്റെ മുമ്പിൽ അത് തുറന്നു തരാൻ പോവുകയാണ്. ഓ, ഇതിനെ ആമേനെന്ന് പറഞ്ഞാൽ മതി, ആമേനെന്ന് പറഞ്ഞാൽ മതി, ആമേനെന്ന് പറഞ്ഞാൽ മതി. കരമടിച്ച് ആമേനെന്ന് പറഞ്ഞാൽ മതി. എന്റെ ദൈവം അത് ചെയ്യാമോ?
ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ജീസസ്. ഒരു വശത്ത് ഒരാള് കൊല്ലാൻ ശപഥമെടുത്തിരിക്കുക. നിങ്ങൾക്കെല്ലാം അത് അറിയാം, നല്ലോണം അറിയാം. ഒത്തിരി കേട്ടു, വായിച്ചു, പ്രസംഗിച്ചു, പ്രസംഗം കേട്ടു, നല്ലോണം അറിയാം. അതുകൊണ്ട് എടുത്ത് വായിപ്പിക്കാത്ത സ്തോത്രം. കൊല്ലാൻ തീരുമാനമെടുത്തിരിക്കുക ഇസബേല്. സ്തോത്രം പറയണേ. അവനെ തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. ജീസസ്. ഒരൊക്കെ കൈകൊടുത്ത് ചോദിച്ചേ, കൈകൊടുത്തിട്ട് പറഞ്ഞേ, ഏലിയാവ് വിചാരിച്ചു ഏലിയാവ് അത് കേട്ട് പേടിച്ചു പോവുകയാണെന്ന്. പക്ഷെ സംഭവം അതല്ല. അതിലും വലിയൊരു കാര്യം ചെയ്യിക്കാൻ, അതിലും വലിയ ഒരു കേസ് ഡീൽ ചെയ്യാൻ എന്റെ ദൈവം ഏലിയാവിനെ കൊണ്ടുപോവാ. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാവോ സ്ക്രീനിൽ? 1 രാജാക്കന്മാർ 16:31 വേഗത്തിൽ കാണിച്ചാട്ടെ. നെബാത്തിന്റെ മകനായ യെരൊബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ യെദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുക. അതാ എനിക്ക് അവിടെ നിന്ന് കിട്ടണ്ടേ. സീദോന്യ രാജാവായ യെദ്ബാലിന്റെ മകളായ ഇസബേല്. എല്ലാവരും പറയാമോ? സീദോന്യ രാജാവായ യെദ്ബാലിന്റെ മകളായ ഇസബേല്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ പറ. സീദോന്യ രാജാവായ യെദ്ബാലിന്റെ മകളായ ഇസബേല്. സ്തോത്രം. അപ്പൊ സ്ഥലം പിടികിട്ടിയോ? സീദോൻ. സ്തോത്രം എന്ന് പറഞ്ഞ സീദോൻ. ഈ പുള്ളിക്കാരി അവിടെയാ കളിച്ചു വളർന്ന്, ജനിച്ചു വളർന്ന്, രാജകുമാരിയായി ഭയങ്കര അധികാരത്തിൽ നടന്ന സ്ഥലം. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നശിപ്പിച്ചു കളയും. സ്തോത്രം പറയണേ. ബാലിനെയാണ് നമസ്കരിക്കുന്നത്. സ്തോത്രം പറ. ബാൽ വിഗ്രഹങ്ങൾ അതിന്റെ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. അതൊരു വലിയ ചരിത്രമാണ്. സ്തോത്രം പറയണേ. അപ്പൊ അങ്ങനത്തെ സ്ഥലം, ഒരാമയും പറ. ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ പോ, സീദോനോട് ചേർന്ന് കിടക്കുന്ന സാരേഭാത്തിലേക്ക് പോ. സ്തോത്രം പറയണേ. ഈ സീദോൻ രാജ്യത്തിനകത്തുള്ള ഒരു മെയിൻ പ്ലേസ് ആണ് ഈ സാരേഭാത്ത്. സ്തോത്രം പറ. ചിലർക്കത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇസബേല് കൊല്ലാൻ നടക്കുക, കൊല്ലാൻ ഓർഡർ ഇട്ടേക്കാണ്. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. ഹല്ലേലൂയ. ശതമൊരുത്തർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് പറഞ്ഞ് പേടിച്ചു പോവല്ല. അങ്ങനെ ഞാനും വിചാരിച്ചേക്കുന്നത് എങ്ങനെ, പക്ഷെ സംഭവം അങ്ങനെ അല്ല. ഇച്ചിരി കഴിഞ്ഞ് വരും. പക്ഷെ ഇച്ചിരി ഇടയ്ക്ക് ചില കാര്യങ്ങളുണ്ട്. എന്തെന്നറിയ കാര്യം? എന്നെ നീ കൊല്ലാൻ നടക്കുമ്പോ നീ ജനിച്ചു വളർന്ന നിനക്ക് പരിചയമുള്ള നീ ജനിച്ചു വളർന്ന നിന്റെ പട്ടണത്തെ തൊടാൻ എൻ്റെ ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് എത്ര പേര് ഇതിനെ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് ഇത് സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നീ എന്നെ പൊളിക്കുമെന്ന് തകർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജനിച്ചു വളർന്ന, നീ കളിച്ചു വളർന്ന, നീ പിറന്നു വീണ നിന്റെ ബർത്ത് പ്ലേസിനെ പിടിക്കാൻ, നിന്റെ ബർത്ത് പ്ലേസിനെ തൊടാൻ, ഓ അൽമന ശാന്തല ദുരപ്രമാർത്ഥേനെ, നിന്റെ ബർത്ത് പ്ലേസിനെ തൊടാൻ, ആ സാരേഭാത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യാൻ, ഒരു വിധവയായ സ്ത്രീയുടെ ഭവനത്തെ കയറി തൊടാൻ, അത് ദേശം മുഴുവൻ വാർത്തയാകാൻ, അവിടെ മിറക്കോ
അപ്പുറത്തൊരുത്തി കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തവിടെ ബർത്ത് പ്ലേസിൽ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുക. കരം അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. Oh, in the name of Jesus, in the name of Jesus, in the name of Jesus. ഒരുത്തനും തൊടാൻ പറ്റത്തില്ല, ഒരുത്തനും നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് പേടിച്ചു പോവുകയല്ല, ഇതൊരു വലിയ പർപ്പസിലേക്ക് എന്റെ ദൈവം കൊണ്ടുപോവുകയാ. നീ പൊളിക്കുമെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ പിച്ച വെച്ച് നടന്ന, നീ തുടങ്ങിയ സ്ഥലത്ത്, നീ കളിച്ച സ്ഥലത്ത്, നീ ജനിച്ചു വീണ സ്ഥലത്ത് ഞാൻ ഇവനെ കൊണ്ട് നിർത്താൻ പോവാ. ഞാൻ ആ പട്ടണത്തെ തൊടാൻ പോവാ. എന്റെ ശക്തി അവിടെ അയക്കാൻ പോവാ. കാരം അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നീ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുമ്പോ, തീർക്കുമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, നീ ബാലിനെ വർഷിപ്പ് ചെയ്ത് നടന്ന സെയിം പ്ലേസിൽ, ഓ സ്തോത്രം 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 സ്തോത്രം, ബാലിനെ വർഷിപ്പ് ചെയ്ത് നടന്ന സെയിം പ്ലേസിൽ ഇതാ ഒരാൾ നിന്ന് പ്രവചിക്കുക, ഒരാൾ നിന്ന് പ്രവചിക്കുക. ആരായി ദൂതനെ സ്വീകരിക്കുന്നേ? നിന്റെ തട്ടകത്തിനകത്ത് ഒരാളെ കയറിയെന്ന് പ്രവചിക്കുക. ഇന്ന് രാത്രി ആരാ ദൂതനെ സ്വീകരിക്കുന്നേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും തൊടാൻ പറ്റത്തില്ല. ദൈവത്തെ സ്തുതിക്ക്. ചില ഹബ്ബുകളെ കർത്താവ് തൊടാൻ പോവാ, ചില ഹബ്ബുകളെ കർത്താവ് പൊളിക്കാൻ പോവാ. ഇസബേലിയ വേരോട്ടമുള്ള ചില ഹബ്ബുകളെ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ചിലരെ കൊണ്ട് നിർത്തി ദൈവം അതിനെ പൊളിക്കാൻ പോവുകയാണ്. ബാൽ വിഗ്രഹങ്ങളുടെ വേരോട്ടമുള്ള ചില കുടുംബങ്ങളെ ദൈവത്തെ ശക്തിയോടെ സ്തുതിക്കുക. എന്റെ ദൈവം ചിലരെ കൊണ്ട് നിർത്തി പ്രവചിക്കാൻ പോവുകയാണ്. ഈ സഭ അതിന്റെ റിസൾട്ട് കാണാൻ പോവുകയാണ്. ഓ കരം അടിച്ചെന്റെ ദൈവത്തെ സ്തുതിക്കുക. നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. ഞാൻ ആ ഭാഗം വിടുവാ. ഓരോ പർപ്പസുകൾ വരുമ്പോ സ്തോത്രം ഹല്ലേലൂയ, പ്രത്യേകമായ ചില ദൈവ പദ്ധതികൾ ഒരുക്കപ്പെടുമ്പോ, ടൈം ആകുമ്പോ ദൈവം പിടിക്കും, ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. സ്തോത്രം ചെയ്താട്ടെ. ഇതിനകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഫാസ്റ്റിംഗ് പ്രയർ വെറുതെ ഒരു പ്രഭാതത്തിൽ തോന്നി അങ്ങ് വെച്ചതല്ല, ഇതൊരു ഭയങ്കര ദൈവ പദ്ധതിയാണ്. ഒരു ടൈം കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആലോചന തന്ന് ഇത് ഒരുക്കിയതാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പദ്ധതിയാണ്. ചിലർ അടുത്ത ഓട്ടത്തിൽ അത് കാണാൻ പോവാ, നിന്റെ അടുത്ത ലൈഫിൽ അത് കാണാൻ പോവാ. ജീസസ് ഹല്ലേലൂയ, ജീസസ് ഹല്ലേലൂയ. അടുത്ത ഒരു ദൈവപദ്ധതി നടക്കണം. എന്തെന്നറിയാമോ? ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കണം, പുറത്തു കൊണ്ടുവരണം. ചില പ്രവാചകന്മാരെ പുറത്തു കൊണ്ടുവരണം. അതിന്റെ ടൈം ആയപ്പോ ദൈവം ചിലരെയൊക്കെ കണ്ടു, സെലക്ട് ചെയ്തു. രാജാവായും പ്രോഫറ്റായും ചിലരെയൊക്കെ കണ്ടു. അപ്പോ അതിന്റെ ടൈം ആയപ്പോ വീണ്ടും ഏലിയാവിനെ കൊണ്ടുവരുക. ഈ ആത്മഭാഷ മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചോട്ടെ.
അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. 1 രാജാക്കന്മാർ 19 അധ്യായം 15 വാക്യം. യഹോവ അവനോട് അരുളി ചെയ്തെന്തെന്നാൽ, നീ പുറപ്പെട്ട് ദർമേശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസയാലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അടുത്ത 16 കൂടെ വായിച്ചു. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. കരമുയർത്തി ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ നല്ല ബലത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജീസസ്, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തൊരു വലിയ ടൈമിലോട്ട് വരുക. ഒരാൾക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് വലിയ ടൈമിലോട്ട് വരുക. ജീസസ്, ഒരു അനോയിന്റിങ് ഇവിടെ സംഭവിക്കപ്പെടാൻ പോകും. ജീസസ്, ഹല്ലേലൂയ. നീ എഴുന്നേക്കണം. കാരണം ഞാൻ ചിലരെയൊക്കെ ഇങ്ങനെ കണ്ട് സെലക്ട് ചെയ്ത് അവിടങ്ങളിൽ കണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ആ ടൈം ഞാൻ വീണ്ടും ഇറക്കുക. പുറപ്പെട്, സ്തോത്രം. നിയോഗത്തിന്റെ യാത്ര. ചിലരുടെ രാജാക്കന്മാരായി പൊക്കിക്കൊണ്ട് വരണം, ചിലരുടെ പ്രവാചകന്മാരായി പൊക്കിക്കൊണ്ട് വരണം. ശതമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 9 അധ്യായം എടുക്കുക. ജീസസ്, അതിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോകാം. അങ്ങനെ പ്രവാചകനായ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട്, നായക, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്നവൻ പറഞ്ഞതിന്, ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോടെന്ന് യേഹൂ ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്ന് അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിന്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗൃഹം അശേഷം മുടിഞ്ഞു പോകണം. ഇസ്രായേൽ ആഹാബിനുള്ള സ്വാതന്ത്ര്യവും സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് കൈമാറാൻ പോകുന്നത്. ദൈവത്തെ സ്തുതിക്കണം. ഈ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഞാനും അതിൽ തന്നെ പറയുന്നത്, അടുത്ത ഒരു കൂട്ടത്തെ കർത്താവിന് സ്പിരിച്വൽ വേൾഡിൽ എഴുന്നേൽപ്പിക്കേണ്ട വലിയ അത്യാവശ്യകതയുള്ള ഒരു ടൈമിലാണ് ആത്മമണ്ഡലം വന്ന് നിൽക്കുന്നത്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണം. കുറച്ച് പേരുടെ മേൽ ഇതിനകത്തിന്റെ നറുക്കുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇസബേലിയ വേരുകളെ, ആഹാബിന്റെ കുലത്തെ, ഗ്രൂപ്പുകളെ, വേരുകളെ അശേഷം മുഴുവൻ മുടിച്ചു കളയാൻ, മുഴുവൻ പൊട്ടിച്ചു കളയാൻ ചിലരൊക്കെ പിടികിട്ടുന്നുണ്ട്. ഈ അഭിഷേകം അതിനു വേണ്ടിയാ. ഈ അഭിഷേകം അതിനു വേണ്ടിയാ. ഓ സ്തോത്രം. ഇത് ആർക്കാ പിടിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. സ്തോത്ര, 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 സ്തോത്രം. സ്തോത്ര, 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 സ്തോത്രം. ചർച്ച നടത്തി 100 പേരെ 1000 പേരെ കൂട്ടുന്നത് മാത്രമല്ല, അതിനകത്തുകൂടെ വേറൊരു ലെവലിലുള്ള വേറൊരു മിനിസ്ട്രിയും
ഒത്തിരി പേർക്ക് ചെയ്യാൻ പറ്റാത്തൊരു മിനിസ്ട്രി, ഒത്തിരി പേര് പെട്ടുപോകുന്നൊരു മിനിസ്ട്രി, അങ്ങനത്തെ അബദ്ധങ്ങളിൽ കിടക്കുന്ന, അങ്ങനത്തെ അറ്റ്മോസ്ഫിയറുകളിൽ വീണ് കിടക്കുന്ന ഒരു വലിയ കൂട്ടത്തെ അതിനകത്തുനിന്ന് പുറപ്പെടുക്കുവാൻ, അവരെ ഇനി ആർക്കും നശിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ അങ്ങനത്തെ അറ്റ്മോസ്ഫിയറുകളെ ബന്ധിക്കാൻ, അങ്ങനത്തെ അറ്റ്മോസ്ഫിയറുകളെ തകർക്കുവാൻ. ഓ രേഖാമന ശംദലമന പ്രമാദേ. ഇന്ന് രാത്രി വീടുന്ന അഭിഷേകത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരുടെ മേലെ അത് ചലിക്കാൻ പോകുന്ന എനിക്കറിയത്തില്ല, ആരുടെ മേലായി ഇത് വീഴാൻ പോകുന്ന എനിക്കറിയത്തില്ല. അത് കേവലം ഒരു കിങ് എന്ന പൊസിഷനിലേക്ക്, ഒരു രാജ്യത്തിന്റെ രാജാവെന്ന പൊസിഷനിലേക്ക് മാത്രമുള്ള ഒരു അഭിഷേകമല്ല. ആ പോസ്റ്റിൽ ഒത്തിരി പേർ ഇരുന്നിട്ടുണ്ട്, ആ സീറ്റിൽ ഒത്തിരി പേർ ഇരുന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ വിളി അതുപോലെ ആ സീറ്റിൽ കയറി ഇരുന്ന് ഫെസിലിറ്റികൾ അനുഭവിക്കാനുള്ളത് മാത്രമല്ല. നിനക്കൊരു സ്പെഷ്യൽ കോളിംഗ് ഉണ്ട്. ഈ കോളിംഗിനകത്ത് ഇസബേലിയ ആഹാബിയ വേരുകളെ മുഴുവൻ പിഴുതെറിയ, അതിനെ അശേഷം നശിപ്പിക്കാനുള്ള ഒരു വിളിയാണ്. ഈ അഭിഷേകത്തിനകത്ത് അതിനുള്ള കൃപയുണ്ട്, ഈ അഭിഷേകത്തിനകത്ത് അതിനുള്ള പവറുണ്ട്, ഈ അഭിഷേകത്തിനകത്ത് അതിനുള്ള നിയോഗമുണ്ട്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. ഓ കാൽമന ശാന്തല ദുരല ബബ. ഒരു സ്ഥലത്ത് വെറുതെ പോയിട്ട് വരാനല്ല, ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കാനല്ല. അതിനകത്ത് ഒത്തിരി പേര് നിന്നു, ഒത്തിരി പേര് പോയി. പക്ഷെ ഇന്ന് രാത്രി വീഴുന്ന ഒരു അഭിഷേകത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. നിംഷിയുടെ മകനായ യേഹുവേ, നിന്നെ തൈലം കൊണ്ട് മൂടാൻ പോവാ, നിന്റെ മേൽ തൈലം വയ്ക്കാൻ പോവാ. പക്ഷെ ഇതിനകത്തെ പർപ്പസ് വേറെയാ. ആരാധിക്ക്, സ്വോത്രം ചെയ്യുക. ഇതിനകത്ത് നീ ആ സിംഹാസനത്തിൽ ഇരുന്ന് രാജാവായി ഭരണം നടത്താൻ മാത്രമല്ല, ഒരു വലിയ ഡ്യൂട്ടി നിന്നെ ഏൽപ്പിക്കുകയാ. ആരാധനകത്ത് ആമേൻ പറയുന്നേ. ഐ ആം റെഡി എന്ന് ആരാ പറയുന്നേ? ഇസബേലിയ ബെൽറ്റുകളെ അറുത്തുകളയാ. ആയിരക്കണക്കിന് ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആയിരക്കണക്കിന് ആളുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിനെ മുഴുവൻ തകർത്ത് കളയാ. ഓ ഖോബോ ശേങ്കലെ മാർബല. ഇനി ഇതാരെയും തുടരുത്, ഇനി ഇതാരെയും നശിപ്പിക്കരുത്, ഇനി ഇതാരെയും അപഹരിക്കരുത്, ഇനി ഇതാരെയും വീഴ്ത്തരുത്, ഇനി ഇതാരെയും തുടരുത്. ഡ്യൂട്ടി നിനക്ക്, നിന്റെ മേൽ സ്പെഷ്യൽ അനോയിന്റിങ്. ഓ ദൈവത്തെ സ്തുതിക്ക്. ഓ നിന്റെ മേൽ സ്പെഷ്യൽ അനോയിന്റിങ്. തൈലം റെഡിയാക്കിക്കോ, തൈലം റെഡിയാക്കിക്കോ. ഈ അനോയിന്റിങ്ങിനകത്ത് പർപ്പസ് ആണ് എന്റെ ദൈവം കൈമാറുന്നത്. ഈ അനോയിന്റിങ്ങിനകത്ത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് എന്റെ ദൈവം കൈമാറുന്നത്. ഈ കാലഘട്ടത്തിൽ നിന്നെ അനോയിന്റ് ചെയ്യുന്നതിന് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. സ്തോത്രം 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 സ്തോത്രം. വ്യത്യസ്ത രീതികളിൽ ഈ ഒരു സ്പിരിറ്റിന്റെ ഇടപാട് ഒത്തിരി പേരെ അപകരിച്ചു നിർത്തിയിരിക്കുന്നിടത്ത് കരങ്ങളെ ഉയർത്തിപ്പിടിക്കേ. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അതിൽ കിടക്കുന്നതിനെ എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവാ.
അങ്ങനെ ദൈവം ഏൽപ്പിച്ച നിയോഗത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കോൺഫറൻസുകൾ നടത്തി, ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം മുമ്പ് ദുബായിൽ നടത്തി. 100-200 എണ്ണം തീ പിടിച്ച് പുറത്തു വന്നു. ദൈവത്തെ സ്തുതിക്കേ. പക്ഷെ ഇതൊരു ചെറിയ കാര്യമല്ലോ, ചെറിയ ഏരിയ അല്ല ഇത്. ഇതൊരു ഭയങ്കര ട്യൂമറാ, ഭയങ്കര ക്യാൻസറാ ഇത്. ഈ പ്രത്യേക അഭിഷേകവുമായി പർപ്പസുമായി എഴുന്നേറ്റേ പറ്റൂ. അവിടെ ഇവിടങ്ങളിൽ കുറയണം. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. അകത്തിരുന്ന് കരമടിക്കുന്നവർ പോലും ചിലത് അതിന്റെ പിടിയിലാ. അതിനൊരു അഭിഷേകം ചലിച്ചാലേ പറ്റത്തുള്ളൂ. അതിനൊരു സ്പെഷ്യൽ അനോയിന്റിങ് ചലിച്ചാലേ പറ്റത്തുള്ളൂ. ഓ, ഞാൻ ഇന്ന് രാത്രി അതിൽ നിന്ന് പുറത്തു വരുവാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി അതിൽ നിന്ന് പുറത്തു വരുവാ. ജീസസ്, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി അതിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരുവാ. അതിന്റെ എല്ലാ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഞാൻ ഇന്ന് രാത്രി പുറത്തു വരുവാ. എനിക്കറിയാം ഒരു വലിയ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ ഹല്ലേലൂയ, ഹോശന്നാ, നിംഷിയുടെ മകനായ യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യണം. അവിടെ അങ്ങനെ ഒരു വാക്യം നമ്മൾ വായിച്ചുള്ളൂ. പക്ഷെ അഭിഷേകത്തിനകത്തുള്ള ഉദ്ദേശം അടുത്ത് ഡീറ്റെയിൽ ആയി വെളിപ്പെടുത്തുക. അത് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സ്വത്രം പറ. അഭിഷേകത്തിനകത്തുള്ള ഉദ്ദേശം. ഒത്തിരി പേര് ആ ഉദ്ദേശം മറന്നുപോയെന്ന് മാത്രമല്ല, സ്വത്ര 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 സ്വത്രം അതിന് റോങ്ങായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൂടെ ചലിക്കപ്പെട്ടു പോയി. കർത്താവിനെ സ്തുതിച്ചാട്ടെ. പക്ഷെ പറ്റത്തില്ല. ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. ഒത്തിരി പേര് അറിയാതെ ഇതിനകത്ത് പെട്ടോണ്ടിരിക്കുക. ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. എനിക്കറിയാം ഇതിന്റെ ഈ ദൂതിന്റെ പിമ്പിൽ ഒരുപാട് സ്ട്രഗ്ലിങ്ങുകൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിനെല്ലാം മുറിക്കുന്നു. എനിക്കറിയാം ഇത് പിതാവിന്റെ കൊതിയാണ്, ഇത് പിതാവിന്റെ പദ്ധതിയാണ്. ഒരു ജനം എഴുന്നേറ്റു വരട്ടെ, ഒരു ജനം എഴുന്നേറ്റു വരട്ടെ, ഒരു ജനം എഴുന്നേറ്റു വരട്ടെ. ഹൃദയത്തിനകത്തോ ആഗ്രഹത്തിനകത്തോ എവിടെയും നോട്ടത്തിനകത്തോ എവിടെയോ ഇസബേലിയ വേരുകൾക്ക് പെർമിഷൻ ഇല്ലാത്ത ഓ അങ്ങനത്തെ ഒരു കൂട്ടം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഒരു നാടൻ ഭാഷ ഉപയോഗിച്ചാൽ കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് കപ്പയും മീൻകറിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വത്രം പറ. ഒരാൾ വരും, നീങ്ങി വാ, സ്വത്രം നീങ്ങി വാ. അവിടെ ഇരുന്ന് കപ്പയും മീൻകറിയെ കഴിച്ച് അവിടെ ഇരിക്കാം. പക്ഷെ ഒരു നറുക്കുള്ളത് കൊണ്ട് നീ ഇപ്പൊ അവിടെ അല്ല ഇരിക്കണ്ടേ, നിന്നെ ഞാൻ പിടിച്ചൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നറുക്കിട്ട് ഒരു ഉൾമുറിയിലേക്ക് കർത്താവ് കൈപിടിച്ച് കുറച്ചെണ്ണ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ അപ്പുറത്ത് ഫ്രണ്ട്സുമായി അല്ലെങ്കിൽ വേറെ കുടുംബമായി ഫാമിലിയുമായി ആരെങ്കിലുമായി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാമായിരുന്നു, കപ്പയും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് നറുക്കുള്ള നിന്നെ കൈപിടിച്ച് ഇന്ന് രാത്രി ഒരു ഉൾമുറിക്കകത്ത് പരിശുദ്ധാത്മാവ് കയറ്റേക്കോ.
Spirit. Holy Spirit. റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, നിയോഗത്തിന്റെ കൈവെപ്പ്, നിയോഗത്തിന്റെ ഓയില്, റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, ചുമ്മാതെയല്ല, സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി, സ്പെഷ്യൽ മിനിസ്ട്രിക്ക് വേണ്ടി, വലിയ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ഇതാ ഒരു ഉൾമുറിക്കകത്തോട്ട് ദൈവം ഇതെല്ലാം ഒരുക്കി കൊണ്ടുവന്നേക്കുക. ഒരു അഭിഷേകം പ്രാപിപ്പാൻ, ഒരു പകർച്ച സ്വീകരിപ്പാൻ, ഒരു എണ്ണ വീഴാൻ ഇന്ന് രാത്രി കമോൺ ചർച്ച റെഡിയാകുക. റെഡിയാക 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 ഇത് സ്വീകരിക്ക, റെഡിയാക ഇത് സ്വീകരിക്ക, റെഡിയാക. അഭിഷേകം വീഴും. നിംഷിയുടെ മകനായ യേഹൂവിന്റെ മേൽ സ്പെഷ്യൽ പർപ്പസുമായി അഭിഷേകം വീഴും. പിന്നെ അവൻ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൻ വെളിയിലിറങ്ങും, രഥത്തെ കേറും, കുതിരമേൽ കേറും. ഇതുവരെ കേറിയ ഒരു സ്റ്റൈലിലല്ല. ഓ അതേ രഥവും അതേ കുതിരയും അവൻ ഒത്തിരി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വരെ ഓടിച്ച മോഡലല്ല, സ്റ്റൈലല്ല, ആറ്റിറ്റ്യൂഡല്ല. അകത്തൊരു വീര്യം, അകത്തൊരു കോപം. ഇശ്വവേലിയ മണ്ഡലങ്ങളെ മുടിക്കണം, അതിനെ പൊളിക്കണം, അതിനെ നശിപ്പിക്കണം. അകത്തൊരു കോപം, അകത്തൊരു വീര്യം, അകത്തൊരു പക, ഒരു വൈരാഗ്യം. ഇശ്വവേലിയ മണ്ഡലങ്ങളോട് ഒരു ഭയങ്കര വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരു യാത്രക്കാരൻ അടിച്ചു ദൈവത്തെ സ്തുതിക്കുക. In the name of Jesus, receive it, receive it, receive it, receive it. Hallelujah, Hosanna. Hallelujah. വീണ അഭിഷേകത്തിന്റെ എഫക്റ്റ്, വീണ അഭിഷേകത്തിന്റെ എഫക്റ്റ്, വീണ ഓയിലിന്റെ എഫക്റ്റ് 6 മാസം കഴിഞ്ഞല്ല, 6 വർഷം കഴിഞ്ഞല്ല, അടുത്ത സെക്കൻഡ് മുതൽ ചലിക്കാൻ പോവാ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. പെട്ടെന്ന് കൂടെ നിൽക്കുന്ന എല്ലാവരും കൂടെ ഉടുപ്പൊക്കെ ഊരി ബ്ലാങ്കറ്റൊക്കെ അങ്ങോട്ടിട്ട് ഇവനെല്ലാം കൂടെ കയറി അങ്ങ് പൊക്കിയെടുക്കുക. ഒരു സ്വത്രം പറ. പക്ഷെ പൊക്കിയെടുത്തപ്പോ ഇവൻ കാണുന്ന അതല്ല. ഇവന്റെ അകത്ത് പിന്നെ ഒറ്റ ചിന്തയുള്ളൂ, ഒരൊറ്റ നോട്ടയുള്ളൂ. രഥത്തിൽ കയറുമ്പോ ഒറ്റ ചിന്തയുള്ളൂ, കുതിരപ്പുറത്ത് കയറും ഒറ്റ ചിന്തയുള്ളൂ. വേഗത കൂടണം, വേഗത വർദ്ധിക്കണം. ഇനി ഇതിനെ മുഴുവൻ പൊളിക്കാതെ എനിക്ക് സ്വസ്ഥതയില്ല. ആരാ റെഡി ആയിട്ടുള്ള? നിന്റെ മിനിസ്ട്രി ചേഞ്ച് ആകാൻ പോവാ, നിന്റെ ശുശ്രൂഷ ചേഞ്ച് ആകാൻ പോവാ, നിന്റെ ദർശനം ചേഞ്ച് ആകാൻ പോവാ, നിന്റെ ഓട്ടം ചേഞ്ച് ആകാൻ പോവാ. ഓ
അതിന്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യം വേഗത്തിൽ കാണിക്കേ. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. പക്ഷെ ഒരു നോർമൽ രീതിയിലല്ല, പഴയതുപോലെ അല്ല അവൻ ഇപ്പൊ ഓടിക്കുന്നേ. പ്രാന്തനെ പോലെയല്ലോ അവനെ ഓടിച്ചു വരുന്നേ. അതാ ജോൺസൺ ബാസ്റ്റർ ആണോ അത്? ശ്രദ്ധിക്കണേ. പക്ഷെ പഴയതുപോലല്ല. ഓ ദൈവത്തെ സ്തുതിക്കേ. യേശുവിന്റെ നാമത്തിൽ ഇങ്ങ് വാ. ഈ ഓയിൽ ഞാൻ ആദ്യം ഒഴിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ പഴയതുപോലെ അല്ല, ആ പഴയ സിസ്റ്റം, ആ പഴയ വീര്യമല്ല, ആ പഴയ മുഖഭാവമല്ല, ആ പഴയ വേഗതയല്ല. ഇവൻ എന്തിനോ വേണ്ടി ഇറങ്ങിയേക്കുവാ. ഭ്രാന്ത് പിടിച്ചവനെ പോലെ. ഇവൻ കുതിര ഓടിക്കുന്ന പഴയ പോലല്ല, ഇവൻ രഥമോടിക്കുന്ന പഴയ പോലല്ല. വാട്ടുപിടിച്ചവനെ പോലെ ഇവൻ എന്തോ ലക്ഷ്യം വെച്ചിറങ്ങിയേക്കുക. അർമന ശമ്പല ബൗഡ ഏകമ ശമ്പല. കമോൺ, ആരാധിക്കുക. നിംഷിയുടെ മകനായ യേഹൂവേ, ബഹറിലെയോ ദേശങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങളിലെ ഇസബേലിയ ബെൽറ്റുകളെ, അതിന്റെ വേരുകളെ, അതിന്റെ നുഖങ്ങളെ കളയുന്ന അസാധാരണമായ ഒരഭിഷേകവുമായി പിടിപിടി in the name of Jesus. ഇതിനെ കൈമാറുന്നു. നിയോഗത്തിന്റെ എണ്ണ, നിയോഗത്തിന്റെ കൈവപ്പ്, നിയോഗത്തിന്റെ അഭിഷേക in the name of Jesus. ഇതിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. Come on, കരമടിക്ക. ആരാധന അങ്ങേക്ക് യേശുവാ, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്. Come on, ആരാധിക്ക. ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ഇവനാ ആ പത്തനംതിട്ടയിലുള്ള അനീഷ് പാസ്റ്ററെ പോലെ ഇരിക്കുന്നു. ആൾ അത് തന്നെയാ, പക്ഷെ ലെവൽ അതല്ല. ഓഹോ ദൈവത്തെ സ്തുതിക്കേ. ഇവനെ ഇങ്ങനെ ഇത്രയും വേഗതയിൽ ഇവൻ ഇങ്ങനെ കുതിര രഥം ഓടിച്ചോണ്ട് വരുന്നവരെ കണ്ടിട്ടില്ല. ഇതെന്തൊരു വരവായത്. ഇതിനെ ഈ വരവ് കാണുമ്പോഴേ അറിയാം, ഇടിച്ചു കയറി വരുന്നത് കാണുമ്പോഴേ അറിയാം. ഇവൻ വെറുതെ കയറി വരുമല്ല, ഇവന്റെ മേലെ എന്തോ ഒന്ന് വീണിട്ടുണ്ട്. എന്തോ ഉണ്ട് ഇവന്റെ കൂടെ, ചലിക്കുന്നുണ്ട്. ഇവനെ ഇനി ആർക്കും തടയാൻ പറ്റത്തില്ല, ഇവനെ പിടിച്ച കിട്ടത്തില്ല. ഇവൻ ഇറങ്ങിയ വെട്ടും. ഇവൻ ചിലത് ചെയ്തിട്ടേ കയറത്തുള്ളൂ, ഇവൻ ചിലത് നശിപ്പിച്ചിട്ടേ കയറത്തുള്ളൂ, ഇവൻ ചിലത് പിടിച്ചിട്ടേ കയറത്തുള്ളൂ. കമോൺ, കാരാം അടിച്ചു ദൈവത്തെ സ്തുതിക്കാം. ഇത് നിയോഗമാ, ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന്റെ പർപ്പസാ, ഇത് ദൈവത്തിന്റെ പ്ലാനാ.
എവിടെയോ ഇരിക്കാമായിരുന്നു, എവിടെയോ പോകാമായിരുന്നു, എവിടെയോ നിൽക്കാമായിരുന്നു. പക്ഷേ ഈ നിംഷിയുടെ മകനായ യേഹൂവിനെ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ ഉൾമുറിയിൽ എന്റെ ദൈവത്തിന് ആവശ്യം. അർക്കമന ശന്തലമൗഢ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഇതുവരെ സഭ കൊണ്ടുപോയതുപോലെയല്ല, ഇതുവരെ മിനിസ്ട്രി കൊണ്ടുപോയതുപോലെയല്ല, ഇതുവരെ പ്രവചനം കൊണ്ടുപോയതുപോലെയല്ല. അവൻ എന്തോ ഒരു വട്ട് പിടിച്ചിരിക്കുന്നു. അവൻ എന്തോ കൊണ്ടാ വരുന്നേ. അവൻ എന്തോ ഇപ്പൊ പുതിയൊന്ന് വീണിട്ടുണ്ട്, എന്തോ ചുമന്നുണ്ട് അവൻ വരുന്നേ. ഈ പോക്ക്, ഈ വരവ് ഒരു നോർമൽ വരവല്ല. എന്തോ അവന്റെ മേൽ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുകയാ. In the name of Jesus, in the name of Jesus, in the name of Jesus. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസബേലിയ ആഹാബിയ വേരുകളെ അറുത്തുകളയ അസാധാരണമായ ഒരു സ്പെഷ്യൽ മിനിസ്ട്രിയുമായി, ഒരു വലിയ പ്രൊഫറ്റിക്കൽ മൂവുമായി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ കൈമാറുന്നു. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. ഇതൊരു വല്ലാത്ത വരവായത്, ഇതൊരു വല്ലാത്ത പുറപ്പെടുവിക്കലായത്, ഇതൊരു വല്ലാത്ത വരവായത്. ഓ ദൈവത്തെ സ്തുതിക്ക്. പറയാമ്പോ ഒരു ഉൾമുറിയിൽ ചലിച്ച അഭിഷേകം, ഒരു ഉൾമുറിയിൽ ചലിച്ച അഭിഷേകം. കൂട്ടുകാരുമായി കപ്പയും മീൻകറിയും കഴിച്ചോണ്ടിരിക്കേണ്ടവൻ അവിടെ നിന്ന് ടൈമായപ്പോ പൊക്കിയെടുത്തൊരു ഉൾമുറി കൊണ്ട് കേട്ടിയിട്ട് അവിടെ വെച്ചൊരു നിയോഗത്തിന്റെ കൈവെപ്പും നിയോഗത്തിന്റെ ഓയിൽ വിട്ടിട്ട് ഇതൊരു അസാധാരണമായ വരവായത്. ദൈവത്തെ സ്തുതിക്ക്. എല്ലാവരുടെ മേലെ ഓയിൽ വീഴാൻ പോവാ, എല്ലാവരുടെ മേലെ ഓയിൽ വെക്കാൻ പോവാ. ഈ ടൈം യൂസ് ചെയ്യേ, സഭ ടൈം യൂസ് ചെയ്യേ, സഭ ടൈം യൂസ് ചെയ്യേ. ഒരു വല്ലാത്ത പോക്ക്, ചില പറയുന്ന ഒരു വല്ലാത്ത വരവാ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കല്ല, ഒരു തൈലം വീണിരിക്കുന്നത്, വലിയ പർപ്പസോടുകൂടി ഒരു തൈലം വീണിരിക്കുന്നത്. ഇറങ്ങിക്കോണം, ഇടിച്ചു കയറിക്കോണം. ചിലര് പറയാൻ പോവാ, തടയാൻ പറ്റാത്ത ഇതൊരു വല്ലാത്ത വരവാ. ആ സഭ കയറി വരുന്നത്, ആ ദഹബോത്ത് റിവൈവൽ ചർച്ച് കയറി വരുന്നത്, പാസ്റ്റർ ജോൺസൺ കയറി വരുന്നത്, ഈ ചർച്ച് കയറി വരുന്നത്, ഇതൊരു വല്ലാത്ത വരവാ, ഇതൊരു വല്ലാത്ത വരവാ. കമോൺ, ആരാധിക്കാൻ. ഇരുപത്തിരണ്ടാമത്തെ വാക്യം വേഗത്തിൽ കാണിച്ചേ. അതേ അധ്യായം തന്നെ 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. യേഹൂവേ സമാധാനമോ എന്ന് ചോദിച്ചതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ശുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം, എനിക്ക് സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെയും കാര്യമല്ല. അങ്ങനെ എല്ലാവരും ഇവിടെ കൊണ്ട് കയറ്റിയിട്ടില്ല. സ്തോത്രം പറ, സ്തോത്രം പറ. വേണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഫുഡ് കഴിച്ച് സാലറി മേടിച്ച് ഹല്ലേലൂയ
കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്ത് ദൈവത്തെ സ്തുതിക്ക് എനിക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാമായിരുന്നു. പക്ഷെ പറ്റത്തില്ല. എൻ്റെ മേൽ ഒരു നിയോഗം കയറി കിടക്കുക. എനിക്ക് ഇന്ന് രാത്രി വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. ഹോട്ടലിലെ റൂം ഒരു ദിവസം കൂടി എടുത്താൽ മതി, എനിക്ക് റെസ്റ്റ് ചെയ്യാം. നാളെ പോയി ആരും കയ്യെ പിടിക്കാനില്ല, ആരും ചോദിക്കാനില്ല. പക്ഷെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് സ്വസ്ഥതയില്ല. എനിക്ക് എൻ്റെ മേലൊരു വലിയ നിയോഗം കിടക്കുക. ഇത് കിടക്കുന്നിടത്തോളം എനിക്ക് സ്വസ്ഥതയില്ല. എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്കത് തീർത്തേ പറ്റത്തുള്ളൂ. എല്ലാരെ കൊണ്ടും പറ്റത്തില്ല. യേഹൂവിനെ കൊണ്ട് പറ്റും. അഭിഷേകം വേണവനെ കൊണ്ട്, ഈ പർപ്പസിന് വേണ്ടി ഉള്ളുമുറിയിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്തവനെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്റെ ദൈവം അത് ചെയ്യാമോ? അന്ന് അവിടെ നടന്നത് അതേ നിയോഗത്തിൽ, അതിലും വലിയ വീര്യത്തിൽ ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ചുമ്മാ എണ്ണിട്ടങ്ങ് വിടുവല്ല. കൃത്യമായ പർപ്പസ്, കൃത്യമായ പ്രോജക്റ്റ് കൈ കൊടുത്തിട്ടയക്കുക. ഞാൻ ഇതിനു വേണ്ടി അങ്ങ് നീക്കാൻ പോവാ. എന്റെ മേൽ കിടക്കുന്ന നിയോഗത്തിന് വേണ്ടി ഞാൻ അങ്ങ് നീക്കാൻ പോവാ. എടാ, ഇത് മൊത്തം കഴിച്ചില്ലല്ലോ. മൊത്തം കഴിച്ചിട്ട് പോ. മൊത്തം കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ പോയാ പോരെ. പറ്റത്തില്ല. എനിക്കിപ്പോ ഉറങ്ങണം. ഹോളി സ്പിരിറ്റ്, ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി എനിക്ക് സ്വസ്ഥയോടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്റെ മേൽ അങ്ങനത്തെ ഒരു അഭിഷേകം വന്ന് വീണ് കിടക്കുക. ഇത് ഇവന്റെ തീരുമാനമല്ല, വീണ അഭിഷേകത്തിന്റെ ക്വാളിറ്റിയാ. ഇപ്പോ വന്ന വട്ട് അത് അവന്റെ സ്വഭാവമല്ല, വീണ അഭിഷേകത്തിന്റെ നേച്ചറാ കാണുമ്പേ. ഇതൊരു പവർ കോൺഫറൻസ് ആയിട്ട് അങ്ങ് മാറിയോ. ഒരു വേൾഡ്, ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നേ. ഈ ഉള്ളുമുറിക്കകത്തേക്ക് ദൈവം കണ്ടവന്റെ കാര്യമാ. ഈ ഉള്ളുമുറിക്കകത്ത് ദൈവം കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ചവന്റെ കാര്യമാ ഞാൻ പറയുന്നത്. മുപ്പതാമത്തെ വാക്യം കാണിച്ചേ. 30-ാമത്തെ വാക്യം. ജീസസ്, ഹല്ലേലൂയ. വേഗത്തിൽ കാണിക്കേ. യേഹൂ ഇസ്രായേൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടി നോക്കി. യേഹൂ പടിവാതിൽ കടന്നപ്പോൾ അവൾ, യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. മതി മതി മതി. സ്തോത്രം 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 സ്തോത്രം. കണ്ണെഴുതി സൗന്ദര്യം വെളിപ്പെടുത്തി മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ സ്തോത്രം പറയണം. നിന്റെ മേൽ ഈ ഏരിയയിൽ ഒരു വലിയ അഭിഷേകമുണ്ട്. അതിന്റെ സൈനാ അത്. സ്തോത്രം ചെയ്യേ. ഒരാമേൻ പറ. ഓ ജീസസ്, ഓ ജീസസ്. ഇസബേലേ, നിംഷിയുടെ മകനായ യേഹൂവിനെ നിനക്ക് പിടിക്കാൻ പറ്റും. സ്തോത്രം. നീ കണ്ണെഴുതി ബ്യൂട്ടി വെളിപ്പെടുത്തി നിന്നാൽ നിംഷിയുടെ മകനായ യേഹൂവിനെ നിനക്ക് പിടിക്കാൻ പറ്റും. രാമൻ പറയണേ. പക്ഷെ ഇപ്പോൾ ഒരു നിംഷിയുടെ മകനായ യേഹൂ എന്ന ലേബലിലല്ല ഇപ്പോൾ അവൻ വന്നിരിക്കുന്നത്. Holy Spirit,
ഹോളി സ്പിരിറ്റ്, നീ അങ്ങനെയാ ഇവന്റെ മേൽ ഇപ്പോ കാണുന്നേ. പക്ഷെ നിനക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു എണ്ണയുടെ വീര്യം അവന്റെ മേൽ ഒഴുകുന്നുണ്ട്. ഓ, ഇതിനകത്തുണ്ടോ. എത്ര മുടി ചീകി വന്നാലും, എത്ര ബ്യൂട്ടി വെളിപ്പെടുത്തി വന്നാലും, അർത്ഥമന ശംബലമന പ്രമാർത്ഥേനെ, ഞാൻ എണ്ണ ഒഴുകുന്നവനാ. നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, നിന്റെ കൺട്രോളിൽ കിടക്കുന്നതിനെ മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്നെ വേരോടെ നശിപ്പിക്കാനാ എന്റെ ദൈവം ഇറക്കി നിർത്തിയിരിക്കുന്ന. കമോ, ഇറങ്ങ. ചിലരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയോ. നീ ഈ അഭിഷേകത്തിൽ മൂവ് ചെയ്താൽ, നീ ഈ അഭിഷേകത്തിൽ ചലിച്ചാൽ, നിന്റെ ജനറേഷനും ഇതേ അഭിഷേകത്തിൽ മൂവ് ചെയ്യും. ഇസബേല് കണ്ണെഴുതി ബ്യൂട്ടി വെളിപ്പെടുത്തി നിൽക്കുമ്പോ നീ അതിന്റെ പുറകെ പോയ നിന്റെ ജനറേഷനും അതിന്റെ പുറകെ പോകും. ഹോളി സ്പിരിറ്റ്, എന്നാൽ നീ അതിനെ നിന്റെ മേൽ വീണ അഭിഷേകം അതിനെതിരെ ഉപയോഗിച്ചു തുടങ്ങിയ നിന്റെ ജനറേഷന്റെ മേൽ ഈ അഭിഷേകം വീഴും. ചിലർ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, അതിന്റെ 37-ാമത്തെ വാക്യം എല്ലാം വായിക്കണമെന്ന്. പക്ഷെ 37-ാമത്തെ വാക്യം വായിച്ചു വേഗത്തിൽ കാണിച്ചോട്ടെ. അത് ഇസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഇസബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകും എന്നിങ്ങനെ യഹോവ തിസ്ബനായ ഏലിയാവെന്ന് തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു. സ്വത്രം പറഞ്ഞോട്ടെ. ഇപ്പോ ഒരു സ്വസ്ഥത, ജീസസ് ഹല്ലേലൂയ. അതിനെ തീർത്തപ്പോ ഒരു സ്വസ്ഥത. ഒരാമേൻ പറ. ഇതുവരെ സ്വസ്ഥതയില്ല, അതിനെ തീർത്തപ്പോ ഒരു സ്വസ്ഥത. അവിടെയും തീരുന്നില്ല. അതിൻ്റെ അടുത്തൊരു ദൂത് കൂടെ പറഞ്ഞ്, ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രി അനോയിൻറ്റിങ്ങിലേക്ക് പോകാൻ പോവുകയാണ്. ഉൾമുറിയിലെ അനോയിൻറ്റിങ് സെക്ഷൻ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഓ, കര ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. വേഗത്തിൽ കാണിക്ക് 10-ാം അധ്യായം 2 രാജാക്കന്മാർ 10-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യേഹൂ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോവാഹാസ് അവന് പകരം രാജാവായി. സ്വത്രം പറഞ്ഞ മതി. അവന്റെ മകനായ യഹോവാഹാസ്. ഹല്ലേലൂയ. യഹോവാഹാസ് അവന് പകരം രാജാവായി. രാമയും പറഞ്ഞാട്ടെ. ശതമുയർത്തി ആമയും പറഞ്ഞാട്ടെ. മിസ്റ്റർ യഹോവാഹാസ്, നീ എങ്ങനെയാ ഈ പൊസിഷനിൽ എത്തിയേ? നീ എങ്ങനെയാ ഈ സീറ്റിലെത്തിയേ? സ്വത്രം. ഇതിന്റെ പിമ്പിലൊരു സീക്രട്ട് ഉണ്ട്. കർത്താവിനെ സ്തുതിക്കണേ. എന്റെ അപ്പനായ യേഹൂ, സ്വത്രം, കൂട്ടുകാരുമായി ഒരു സ്ഥലത്തിരുന്ന് കപ്പയും മീൻകറിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോ, സ്വത്രം പറയണേ, എൻ്റെ അപ്പൻ്റെ മേൽ ഒരു സെലക്ഷൻ വന്ന് എൻ്റെ അപ്പനെ പിടിച്ചൊരു ഉൾമുറി കൊണ്ടുപോയി ഇസബേലിയ ബെൽറ്റുകളെ പൊളിക്കാനുള്ള ഒരു എണ്ണ എൻ്റെ അപ്പൻ്റെ മേലിട്ടു. ഒരു അധികാരം എൻ്റെ അപ്പൻ്റെ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് എൻ്റെ അപ്പനിൽ ഒതുങ്ങിയില്ല. സ്വത്രം ചെയ്യേ. അതിപ്പോൾ ആ ഒഴുക്ക് എൻ്റെ മേലിഞ്ഞ് വന്നു യേശുവിന്റെ നാമത്തിൽ. ഓ, come on.
ഇന്ന് രാത്രി നിന്റെ മേൽ ചലിക്കുന്ന ഈ അധികാരം, നിന്റെ മേൽ വീണ എണ്ണ, അത് നിന്നിൽ മാത്രം ഒതുങ്ങപ്പില്ല. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ജനറേഷനുകളെ ഈ അഭിഷേകം വീണവന്റെ, ഈ അഭിഷേകത്തിൽ മൂവ് ചെയ്യുന്നവന്റെ ജനറേഷനുകള് ഒരു ഇസബേലിയ മണ്ഡലത്തിന് തൊടാൻ പറ്റത്തില്ല. നിന്റെ നോട്ടം കൊണ്ടല്ല, ആരുടെയും ക്ലാസ് കൊണ്ടല്ല, അഭിഷേകം അങ്ങനെ കിടക്കുമേ. ഈ അഭിഷേകത്തിന്റെ പോക്ക് എങ്ങനെ, ഈ അഭിഷേകത്തിന്റെ റൂട്ട് എങ്ങനെ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഓ, ആ സീറ്റൊക്കെ മാറ്റി, ആ സീറ്റൊക്കെ മാറ്റി. ഈ അഭിഷേകത്തെ പ്രാപിക്കാൻ 2 വശങ്ങളായി കസരെല്ലാം മടക്കുക. 2 വശങ്ങളായി നിങ്ങൾ റെഡിയായി നിൽക്കുക, ആരാധിച്ചുകൊണ്ട് നിൽക്കുക. കമോൺ, വേഗത്തിലെ സീറ്റെല്ലാം സൈഡിലേക്ക് മാറ്റുക. അടുത്ത സമയങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ഉൾമുറിയിലെ അഭിഷേകം, ഉൾമുറിയിലെ അനോയിന്റിംഗ് സെക്ഷൻ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുക. കമോൺ, കരമടിച്ച് മോനെ, അന്യഭാഷ 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 അന്യഭാഷ. കൈമാറ്റം ചെയ്യപ്പെടുന്ന അഭിഷേകം, കൈമാറ്റം ചെയ്യപ്പെടുന്ന അഭിഷേകം, കൈമാറ്റം ചെയ്യപ്പെടുന്ന അഭിഷേകം. പറയാവോ? കൈമാറ്റം ചെയ്യപ്പെടുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഈ അഭിഷേകം വീണപ്പോ അവന് വട്ടായി. സ്തോത്രം പറ. ഹല്ലേലൂയ. അവൻ വന്ന് രഥത്തിലോട്ട് കയറിയപ്പോ ഈ രഥത്തിന്റെ ഈ സെറ്റിംഗ് എല്ലാം അങ്ങ് മാറി. സ്തോത്രം പറയണേ. ഹല്ലേലൂയ. അഭിഷേകം ചില പ്രത്യേക പർപ്പസിന് വേണ്ടി അഭിഷേകം തൈലം വീണവൻ ചില സ്ഥലങ്ങളിൽ ചെന്ന് കയറുമ്പോൾ അവിടുത്തെ ഈ സെറ്റിങ്ങും അറേഞ്ച്മെന്റും സിസ്റ്റം എല്ലാം അങ്ങ് തെരിയും. ഒരാൾക്ക് എടുത്തുറ, കുതിരയുടെ വരെ കൺട്രോൾ പോയി എന്ന് പറ. ഇത് നിൽക്കുന്നിടത്തെല്ലാം ഇതിന്റെ എഫക്റ്റ് അറിയും, തൊടുന്നിടത്ത് ഇതിന്റെ എഫക്റ്റ് അറിയും, താമസിക്കുന്ന സ്ഥലത്ത് ഇതിന്റെ എഫക്റ്റ് അറിയും, നീ നിൽക്കുന്ന സർക്കിളിൽ ഇതിന്റെ എഫക്റ്റ് അറിയും. ഓ ദൈവത്തെ സ്തുതിക്കുക. ഉള്ളുമുറിയിൽ ആ ഏറ്റവും പുറകെ സിസ്റ്ററിങ് ഏറ്റവും പുറകെ നിൽക്കുന്നു. അത് തന്നെ തിരിഞ്ഞു നോക്കണ്ട. നോ നോ നോ, ഇങ്ങ് വാ. ജീസസ് ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഉൾമുറിയിലെ അഭിഷേകം
നീ ഇവിടെ നിൽക്കുമ്പോ ഒരു വീട് പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു. ആ വീട്ടിനകത്ത് ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. ആ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ഒരു വചനം എടുത്തു വെച്ചിട്ടുണ്ട്. ആ വചനം മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും എൻ്റെ ദൈവം നൽകി തരും. ഇതങ്ങ് ഉൾമുറിയിലെ കാര്യമാണ്. സുതിക്ക് സുതിക്ക് സുതിക്ക്. അതിന്റെ ചിലതിന്റെ മറുപടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പെടും, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പെടും. അടുത്തേക്കുന്ന ആളെ നോക്കണ്ട, ഈ പ്ലാറ്റ്ഫോമിനെ നോക്കണ്ട. മഹത്വം കണ്ടുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച കരങ്ങളെ ഉയർത്തേ. അഞ്ച് ജനറേഷനുകൾ, 5 ജനറേഷനുകൾ. ജോസഫ്, റോസി, ലിജി, ഹന്ന, നേഹ. പിതാക്കന്മാർ പുറകിലേക്ക്. കർത്താവിനെ സ്തുതിക്ക്. പക്ഷേ അത് നിംഷിയിൽ നിന്നും യേഹുവിലേക്ക് വരുമ്പോ, യേഹു തൊട്ട് ഇത് സംതിങ് സ്പെഷ്യലാ. യേഹു ടു യഹോഹാഫാസ്, ഇവിടം തൊട്ടത് സ്പെഷ്യലാ. ദൈവത്തെ സ്തുതിക്ക്. അയ്യോ, നിങ്ങള് കർത്താവിനെ സ്തുതിക്കണേ, കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കണേ. ഈ തലമുറയിൽ നിംഷിയുടെ മകനായ യേഹു, ഡീറ്റെയിൽ പറഞ്ഞിട്ടാ ഉൾമുറി കൊണ്ട് എണ്ണയിടുന്നത്. അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. സ്വോത്ര സർ, ആരുടെ മകന്റെ 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 മകളെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ പറഞ്ഞ് ഉൾമുറിയിൽ കൊണ്ടുവന്ന് കമോൺ ഓയിൽ എടുക്ക്, റീമാ ശന്തല തുണിയെടുക്ക, തുണിയെടുക്ക, തുണി ഒരു തുണി ലീമാ ശകർ ഹാന്തല മൗന പ്രമാർത്ഥനെ സ്തുതിക്കണേ, കർത്താവിനെ സ്തുതിക്കണേ.
Eka shankala makandala ramakandala rabababa. Oh my Father. Oh my Father. Hosanna. വലിയ പർപ്പസുകളിലേക്ക്, ഒരുപാട് ദൈവപദ്ധതികൾ, വിളികൾ, അതിലേക്ക് കൊണ്ടുപോകുന്ന വീര്യം, അതിലേക്ക് കൊണ്ടുപോകുന്ന ബലം, അധികാരമെല്ലാം മറഞ്ഞു കിടക്കുന്ന, വീണ് കിടക്കുന്ന ഒരു തൈലം. ഇത് വെറും ഒരു തൈലമല്ല, ഒരു പർപ്പസിലേക്ക് കൊണ്ടുപോകാൻ ബലം വരുന്ന തൈലം, അതിനുവേണ്ടി പ്രാന്ത് പിടിപ്പിച്ച് ഓടിക്കുന്ന തൈലം. Oh, in the mighty name of Jesus, 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 in the mighty name of Jesus. ഇപ്പോൾ ആ തൈലം ഇവിടെ മേലെ ഞാൻ വെച്ചിരിക്കുന്നു. കരങ്ങളെ ഉയർത്ത്, കരങ്ങളെ ഉയർത്ത്, കരങ്ങളെ ഉയർത്ത്. Hallelujah. Come on, prophet. Oh, Hallelujah. ഇടയ്ക്കൂടെ ആരെങ്കിലും ഒന്ന് കോർഡിനേറ്റ്, ഇടയ്ക്കൂടെ ഒരു ഗ്യാപ്പ് ഇട്ട്, 2, 3, 4 ലൈനുകളായി ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് അങ്ങനെ നിർത്തുക. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. Hallelujah. 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 എല്ലാവരും കരങ്ങളെ ഉയർത്തി. Hallelujah. Hallelujah. അഭിഷേകം ചെയ്യുവാൻ ദൈവമയച്ച പ്രവാചകൻ പിന്നെ അടുത്ത ഓരോ യാത്രയിലും കൂടെ ഇല്ല. സ്തോത്രം പറയണേ. അത് പിന്നെ അടുത്ത പർപ്പസിന് വേണ്ടി കൊണ്ടുപോയി. സ്തോത്രം. പക്ഷേ അത് വീണ യേഹു അവിടെ തുടങ്ങാൻ പോവാ. ഇത് മുഴുവൻ ഹെവൻ ഭയങ്കരമായി സെറ്റ് ചെയ്ത് കഴിഞ്ഞ ദൈവ പദ്ധതികളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇത്രയും വീര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കർത്താവിനെ സ്തുതിക്കണം. ഹോളി സ്പിരിറ്റ് വീഴാൻ പോകുന്ന തൈലത്തിന്റെ വലിപ്പം അറിഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കണം. ഭയത്തോടെയും വിറയലോടെയും അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് ഇതിനെ സ്വീകരിക്കാൻ ഈ എണ്ണ വീഴാൻ റെഡിയായി നിൽക്കുക. വെറുതെ ഒരു ഓയിൽ വന്ന് ഇട്ടിട്ട് പോവുകയല്ല, ഇതിനെ ഓണർ ചെയ്യണം. വീഴുന്നത് എന്താണെന്നും ഏത് ടൈമിൽ എന്തിനു വേണ്ടി വീഴുന്നു എന്നും ആ അറിവോട് കൂടി അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അതിനെ ബഹുമാനിച്ച് ഓണർ ചെയ്ത് നിൽക്കുക. ഈ ഓയിലിന്റെ എഫക്റ്റ് നിന്നെ തിരിക്കാൻ പോകുന്നേ. ഈ ഓയിലിന്റെ എഫക്റ്റാ നിന്നെ ആള് മാറ്റാൻ പോകുന്നേ. ഈ ഓയിലിന്റെ എഫക്റ്റാ നിന്റെ സിസ്റ്റങ്ങളെ തിരിക്കാൻ പോകുന്നേ. ഈ ഓയിലിന്റെ എഫക്റ്റാ നിന്റെ വേഗത കൂട്ടാൻ പോകുന്നത്. ഈ ഓയിലിന്റെ എഫക്റ്റ് നിന്റെ മേൽ വീണ ഈ ഓയിൽ കണ്ട് ചിലത് ഭയപ്പെട്ട് നിൽക്കാൻ പോവുകയാണ്. ഓ സ്തുതിക്ക് സ്വീകരിക്കാൻ റെഡിയായി.
കരങ്ങളെ അടിച്ചോ, കരങ്ങളെ ഉയർത്തിയോ, യേശുവേ എന്ന് വിളിച്ചോ. ഇത് പ്രാപിപ്പാൻ റെഡിയായി നിൽക്കുക. Hallelujah, telere. Oh, hallelujah. Hallelujah. Oh, hallelujah. Shabaraladu. Raladhira garagara dhirabara shabaralathara. Hallelujah. Hallelujah. Oh, hallelujah. 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 Oh, Rebala Dhuraba Shakala Dharaba. Oh, hallelujah. 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 Oh, hallelujah. 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 Oh, Sharala Dhara Baragadara. Oh, it is holy. Are you Lord God Almighty? Worthy. Oh, Abhishek, Abhishek. Sarala Dhirabara Gadara, Dhirabara Sikala Garava, Ravala Dhirabara Sharadharaba, Radhira Radhirabara Shabarabara. Amen. Shabaragala Dhurabara Gadara, Dhiribiri Gadara, Dhirabara Shabaraba, Rigala Dhirabara Shibarabara Gadara Chanas. Oh, mighty moon. Baraba Charabala Dhirabara Gadara Shibarabara Dhiribiri, Rigala Dhirabara Shibarabara Gadara Dhiribiri Gadathara, Ratha Nigala Dhira Saradhanabala, Rabala Thanabara Shakalatha. Radhira Baragadarash.